ഹേ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. ഇതാണ് സ്വാലിഹ്, സൽമാന്റെ അനിയൻ. വൻ സീനാണ് ഗൈസ്. അയ്യോ 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 പയ്യ പയ്യ പയ്യ. ഇതാണ് ഷാ, ഇതാണ് സൽമാൻ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലേ? എങ്ങോട്ടാ സാലിഹ് പോണത്? നമ്മൾ തിരുവനന്തപുരത്ത് കിംസി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ലുലുവിൽ പോവാം. ഓക്കെ, ലുലുവിൽ പോവാം. ഇക്കാക്ക് എന്താണ് അസുഖം? റോൾ യുവർസെൽഫ്. കൺട്രോൾ യുവർസെൽഫ്. പട്ടി നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുന്നു. നമ്മൾ സൽമാന്റെ ചളികളും ഈ ഇങ്ങനെയുള്ള കഥകളും കേട്ട് തിരുവനന്തപുരം എത്തിയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. സാധാരണ ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ അറിയുന്നതാ. ഞാൻ അറിഞ്ഞില്ല ഗൈസ്, അറിഞ്ഞില്ല. നല്ലോണം കണ്ടോ? എല്ലാരും കണ്ടോ? ഫെബ്രുവരി 11-ാം തീയതി നമ്മള് സൽമാൻ ദുബായിക്ക് പോവാണ്. അത് കഴിഞ്ഞ് ഷെയ്ക്ക് ആയിട്ട് വരും. ഷാർജ ഷെയ്ക്ക്, മിൽക്ക് ഷെയ്ക്ക്. ഇതൊക്കെ കേട്ടാണ് ഞാൻ കൊല്ലം തിരുവനന്തപുരം എത്തിയത്. നടക്കുന്നില്ല. അപ്പൊ നമ്മൾ കിംസ് എത്തിയപ്പോഴാണ് സത്യത്തിൽ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണെന്നുള്ള കാര്യം തന്നെ ഓർക്കുന്നത്. തലേന്നൊക്കെ ഇങ്ങനെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ആലോചിക്കും. സത്യത്തിൽ ഡേറ്റ് പോലും നമുക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോഴേ ആലോചിക്കുന്നത്, ഓ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ എന്ന്. അവിടെ ഒരുപാട് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കിംസിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ വാലറ്റ് പാർക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എവിടെയെങ്കിലും വണ്ടി ഒന്ന് കൊണ്ടുപോയി ഒതുക്കിയിടണം. അതിന് വേണ്ടി സെക്യൂരിറ്റി മാമ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു. കൊച്ചു ലുലു മോളാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം കിംസിൽ വരുന്നത്. ഷാ, എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ? ഷാ, നമ്മൾ കൊച്ചു ലുലു മോളിൽ കയറിയത് ഹോസ്പിറ്റൽ ഫീൽ ചെയ്യുന്നില്ല. എക്സ്ക്ലറേറ്റർ ഉണ്ട്. സാലിഹിന്റെ ചിരി കാണുമ്പോ എനിക്കും ചിരി വരുന്നു. അയ്യോ ബലൂണൊക്കെ കൊടുക്കും. എടാ കണ്ട അവന്റെ ചിരി കണ്ട. ഇത് കാണുമ്പോ എനിക്കും ചിരി വരും. ഷാ കുറച്ചു നേരം ബലൂണും പറത്തി നടന്നു. ഇല്ല, ഇത് മതി. ഇപ്പോഴാ നിന്നെ കാണാൻ കൊള്ളാം. തൽക്കാലം ബലൂണും കാണുന്നുണ്ടല്ലോ. ഇതാണോ ഗേസ് ക്യൂട്ട്നെസ് വാരി വിതറുക എന്ന് പറയുന്നത്? ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് ഓറിയോയുടെ പല വെറൈറ്റീസ് ഷോപ്പുകളിൽ കിട്ടാത്ത ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മേടിക്കാനും ഒരു തരമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു പാക്കറ്റിന് 145 റേറ്റും ഉണ്ടായിരുന്നു. മിനി ഓറിയോ എന്നിട്ട് കുഞ്ഞൻ ഓറിയോയും അതുപോലെ തന്നെ വേഫർ റോളും വേഫർ ചോക്കോ വേഫറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇതാണ് എടുത്തത്. അല്ല, ഇത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം കണ്ടപ്പോൾ എനിക്കൊരു ത്വര തോന്നി. നമുക്ക് കഴിച്ചു നോക്കാം. ലാപ്പിസ് റെൻഹയ. ബാക്കി എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലടാ. ഗൈസ്, ഞങ്ങൾ 2 കോഫിയും ഒരു ബദാം മിൽക്കും പറഞ്ഞു. എനിക്ക് ശരിക്കും കോഫി, സ്വാലിഹിന് ബദാം മിൽക്ക്. സ്വാലിഹ് ഇതിൻ്റെ അവിടെ ഒരു സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ഇട്ട് ഇളക്കാനാണെന്ന് തോന്നണം. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് ഒരു ഓറിയോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ചോക്കോടെ തന്നെ വേഫർ എടുത്തത്. പക്ഷേ ഓറിയോ വാനില എടുത്തിരുന്നുണ്ടെങ്കിൽ കറക്റ്റ് പക്ക ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കുന്നൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നേ. വേഫറിൻ്റെ ആ ഒരു ടേസ്റ്റും അടിപൊളിയാണ്. അതിനുശേഷം നമ്മുടെ ഈ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഫിക്ക് 40 രൂപ അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ അടിപൊളി കോഫിയാണ്. പക്ഷേ എനിക്കെന്തോ കറക്റ്റായിട്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. നമ്മൾ പുറത്തുനിന്ന് കുടിക്കുന്നതിനേക്കാളും ഭയങ്കര അടിപൊളി ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ റോസ്റ്റഡ് ബീനോ അങ്ങനെ എന്തോ ആണ്. എനിക്ക് കറക്റ്റായിട്ട് ടേസ്റ്റ് ഇഷ്ടമായില്ല. അങ്ങനെ കോഫി അടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മൾ നോക്കിയപ്പോൾ നേരത്തെ താഴെ കണ്ട പരിപാടിയില്ലേ, അതിൽ കുറേ പേര് ബലൂണൊക്കെ പിടിച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു ഗ്രീൻ, ഒരു ഓറഞ്ച്, വൈറ്റ്, അങ്ങനെ കുറേ ബലൂൺസ്. അതെല്ലാം പറന്നുപോയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഹാപ്പി റിപ്പബ്ലിക് ഡേ ഗേസ്. റിപ്പബ്ലിക് ഡേ ജനുവരി
എടാ തല കാണിച്ചേ. ഗൈസ് തലയൊന്ന് കാണിക്ക്. എടാ തലയൊന്ന് കാണിക്ക് നോക്കട്ടെ. ഗൈസ് സൽമാന്റെ തലയിൽ കാക്ക തൂറി. കൈ നോക്കട്ടെ. കയ്യിലും കാക്ക തൂറി. അപ്പോൾ സൽമാൻ ഈ ഒരു മരുന്ന് വെച്ചിട്ട് 1 മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മൾ താഴെ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പം നേരത്തെ കാറിൽ വന്നതുകൊണ്ട് ആ ഒരു കറക്റ്റ് ഒരു ഇത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ അവിടെ നടക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഗേസ് നല്ല വിശക്കുന്നുണ്ട്. ഗേസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. സാലിഹിനെ പേടിപ്പിച്ച് സൽമാൻ. ഇതാണ് എൻ്റെ തമ്പനയിൽ. സ്വാലിഹിനെ പേടിപ്പിച്ച് സൽമാൻ ഇനി എന്ത് ചെയ്യും? ഷായെ പേടിപ്പിച്ച് മാളു ഇനി എന്ത് ചെയ്യും? എന്ത് പേടിപ്പിച്ചെന്നറിയണ്ടേ? സൽമാന് പൊറോട്ട വേണം. പക്ഷേ സ്വാലിഹിന് സ്വാലിഹിന് പൊറോട്ട വേണം. സൽമാൻ കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഷായ്ക്ക് പൊറോട്ട വേണം, ഞാൻ കഴിക്കാൻ സമ്മതിക്കത്തില്ല. പേടിക്കണം. പൊറോട്ട എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വയറ്റിന് എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അല്ലേ? എന്റെ പേര് തരുന്നത് സൽമാന്. പൊറോട്ടയാ? ഞാനാ വർഷങ്ങളായി ഞാൻ പൊറോട്ട കഴിച്ചിട്ട്. മിനിമം ഒരു 15 വർഷങ്ങളായി കാണും ഞാൻ പൊറോട്ട കഴിക്കാറില്ല. നമ്മുടെ നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട്. ചീറ്റ് ഡേ. അയ്യോ കറികളൊന്നും ഇല്ല. കറികൾ വരും. ചമ്മന്തി വന്നേ. കുറച്ച് നെയ് റോസ്റ്റ് എടുക്കണം. എടുത്തിട്ട് ആദ്യം നമ്മൾ ചമ്മന്തിയിൽ മുക്കാം. അത് കഴിഞ്ഞ് അടുത്ത സൈഡ്, ഇത് ഒരു സൈഡ് മുക്കില്ല, അടുത്ത സൈഡ് സാമ്പാറിൽ മുക്കാം. അടുത്ത സൈഡ് മറ്റേ ചട്നിയിൽ മുക്കാം. ആൻഡ് 3 സൈഡിലും 3 കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി അടിപൊളി സൂപ്പർ. ആദ്യം കഴിച്ചു വന്നപ്പോൾ കൊള്ളായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് കറക്റ്റ് ടേസ്റ്റ് പിടിച്ചു വന്നപ്പോൾ കൊള്ളത്തില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. കൊള്ളാത്ത ദോശ. കടയുടെ പേര് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. വെയിറ്റ്. SM റീജൻസി റൂംസ് ആൻഡ് ഫുഡ്, ട്രിവാൻഡ്രം കിംസിൻ്റെ അടുത്താണ്. ആരും വന്ന് കഴിക്കരുത്, കൊള്ളത്തില്ല. വേറെ എന്തെങ്കിലും ട്രൈ ആക്കി നോക്ക് വരുവാണെന്നുണ്ടെങ്കിൽ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, വി ആർ ബാക്ക് ടു കിംസ്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കിംസിൽ വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് മോള് നമ്മൾ എല്ലാം പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. കഴിച്ചോ? ധൈര്യമായിട്ട് കഴിച്ചോ? പോവല്ലേ? നിമിഷിക്കിന് കൊല്ലത്തൊന്നുമില്ല. നിമിഷിക്കായ പേടിച്ച് ഓറിയോടെ വേഫർ കഴിക്കാൻ പേടിക്കുന്ന സൽമാൻ കയ്യിൽ ഒളിപ്പിച്ച് വെച്ച് ചവയ്ക്കുന്നു. ആ കാണിച്ചു. ഷുഗർ ഫ്രീ അല്ല. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിച്ച് പോസ്റ്റ് ആയിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് ഫോണിൽ ലൂഡോ കളിക്കാൻ. അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ലൂഡോ കളിക്കാൻ തുടങ്ങി. ഇവിടെ 2 അടി ഗൈസ്. സാലിഹിന്റെ കളിയെടുത്ത് സൽമാൻ കളിക്കുന്നു. എത്ര? 4. സാലിഹിന്റെ അടുത്ത് സൽമാൻ കളിക്കുന്നു. വൻ വഴക്ക്. സൽമാൻ അനിയനും ചേട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കളിക്കുന്നതായി. ഗൈസ്, സൽമാന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകുന്നതാണ്. തലയിൽ അപ്പിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇല്ല, കാക്കപ്പിയൊക്കെ മാറ്റിയില്ലേ സാലിഹെ?
ഭയങ്കര ഈ ഹോസ്പിറ്റൽ ഭയങ്കര വൈബ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റൽ എന്നൊരു ഫീൽ ഇല്ല. ഭയങ്കര അടിപൊളി. ഇതാ വരുന്നു കണ്ടോ, അടിപൊളി അടിപൊളി വ്യൂ ആണ് കണ്ടോ. നമ്മൾ കിംസിന്ന് ഇറങ്ങിയിട്ട് നേരെ പോണത് ലുലു മോളിലേക്കാണ്. നമ്മുടെ ലുലു മോൾ താണ്ടേ എൻ്റെ കൈ തുമ്പത്തിരിപ്പുണ്ട്, കണ്ടോ, കാണുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ സൽമാനെ പണി കിട്ടിയിരിക്കുന്നു ഗൈസ്. ആണോ ലുലുമോൾ? സത്യം പറഞ്ഞാൽ ലുലുമാളിന്ന് മേടിക്കരുതെന്ന് ഇതുണ്ട്. അവൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ പാർക്കിങ് മേടിക്കരുതെന്ന്. ധന്യമാണ് ഗൈസ്. നമ്മൾ ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, ലുലു മോളിന്റെ ചുരം. ഇവിടെ എല്ലാം നിറഞ്ഞു കിടക്കാണ്ട്. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് സൽമാൻ പറയുന്നു ഇവിടെയൊക്കെ ഓഫേഴ്സ് കാണുമെന്ന്. അടുത്ത ചുരം വീണ്ടും കയറുകയാണ് ഗൈസ്. പിന്നെന്താ, ഇതിപ്പോ മൂന്നാമത്തെ ചുരമായി ഗൈസ്. എനിക്കും തല ഇറങ്ങുന്നു. അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചു നേരം എന്റെ ഷോ ആണെങ്കിൽ മേക്കപ്പ് കുറച്ച് പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, വീടിടാം. നമുക്ക് ഒളിച്ചങ്ങ് പോയാലോ? ഒറ്റയ്ക്ക് വൈബടിച്ചിരിക്കുന്നല്ലേ. സോറി, എവിടെ ക്യാമറാമാൻ സൽമാനോടൊപ്പം സബിലായി. അയ്യോ, ആ സ്റ്റെപ്പ് കയറാം. ഇന്ന് ജിമ്മിൽ പോയില്ല. നാളെ ചെല്ലുമ്പോൾ നിമിഷിപ്പോ കൊല്ലും. ഇവളെ കൊണ്ട് ലെഗ് ചെയ്യിപ്പിച്ചാണ്. എല്ലാരും കൂടി ഒരു ദിവസം പിടിച്ചിട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ നമ്മള് ലുലു മോളിലേക്ക് കയറിയിട്ടുണ്ട്. ട്രിവാൻഡ്രം ലുലു മോൾ. നമ്മൾ നേരെ വന്നിരിക്കുന്ന ഫുഡ് കോർട്ടിലാണ്. ഷാ നല്ല സുന്ദരനായിട്ടിരിക്കുന്ന ഫോണില്. നേരിട്ട് എത്ര സുന്ദരി ഇല്ലല്ലോ. ചുമ്മാ ആരുടെയാ? സൽമാൻ വീണ്ടും കത്തി വെക്കുന്നു ഗൈസ്. ഷാ Here we go. സാലിന്റെ മൂഡ് എന്താണെന്നറിയോ? ഫുഡ് കോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. സാലിന്റെ മുഖം വല്ലാതിരിക്കുന്നു. വിഷം. ഈ ഒരു 3 പെട്ടി ഉണ്ടോ? എനിക്ക് പെട്ടി വേണം. വേണ്ട, എനിക്കത് വേണം. സബീല എനിക്ക് ഹോട്ടൽസ് നല്ല കില്ല ഹോട്ടൽസ് തരാണെങ്കിൽ 2-3 മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. Come on. ചേച്ചി വീണ അവിടെ. കില്ലും കളക്ഷൻസ് തരാണെങ്കിൽ മാത്രം ചേച്ചി അവിടെ വീണ് വാച്ച് മേടിക്കാൻ വേണ്ടി കയറിയതാണ്. സൽമാനിക്ക് പൈസ ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. ഓൺലൈനിൽ നമ്മൾ നോക്കി വെച്ചിരുന്ന സെയിം കണ്ടിവിടെ ഗൈസ്. ഇതാ ഇതാണ് നോക്കട്ടെ. മറ്റേതാ? ഇത് ഗോൾഡാ? നോക്കട്ടെ. നീ ഇവിടെ കാണിച്ചല്ലേ ഇപ്പൊ എന്നെ? അതിന്റെ റേറ്റാ? യെസ്.
വേണം. എനിക്ക് വേണം. എനിക്ക് ചേരത്തില്ലേ ഇത്, ഇച്ചിരി ചെറുപ്പമായിട്ട്. ഇതിന്റെ മറ്റേ വേറൊരു കളർ എൻ്റെ ഇരിക്കുന്നു, ഞാൻ പറഞ്ഞില്ല. ഹോട്ട് വീൽസിന്റെ കളക്ഷൻ ആണ്, അടിപൊളി കളക്ഷൻസ് ഉണ്ട്. സൽമാൻ ഇതിന്റെ എല്ലാം പ്രാന്താണ്. ഇതെന്തോടാ? ക്ലേ. ഓക്കെ, അടിപൊളി. യൂനോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നാടാ, പോയതല്ല. അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്നുവെച്ചാൽ. യൂനോ കാർഡിൻ്റെ പല ഇതുണ്ടല്ലേ, എന്നുവെച്ചാൽ കൊച്ചു പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ലുലുവിന് പ്രൊമോഷൻ അല്ല, നോർമലി എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഐറ്റംസ്. നമ്മുടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ എൻജിൻ എടുക്കുക എന്നുള്ള സ്വഭാവമാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിച്ചാലും പൊട്ടത്തില്ല, ആ രീതിക്കുള്ള അടിപൊളി സംഭവങ്ങൾ. നമ്മുടെ മക്കൾക്കുള്ള കളിപ്പാട്ടങ്ങൾ മേടിക്കാം കേട്ടോ. നോ ലോക്കൽ കളിപ്പാട്ടങ്ങൾ, ഒൺലി ക്വാളിറ്റി ഐറ്റംസ്. ഓക്കെ, ഇല്ല അത് ഞങ്ങളുടെ സീക്രട്ടാണ്, പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ. ഒരു ചിമിട്ട സാധനം ഇരിപ്പുണ്ട്. ഇതിനകത്ത് ആളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ പറഞ്ഞ സംഭവത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3500 ഉള്ളി. ഹ്യൂമൻ ബോഡി പാർട്സ് പസിൽ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗൈസ്. എനിക്കിതൊക്കെ കണ്ടിട്ട് മേടിക്കാൻ തോന്നുന്നു. വീട്ടിൽ വലിയ സ്കൂട്ടർ ഉണ്ട്, എനിക്ക് കൊച്ചത് വേണം. സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ളിന്ന് ഇങ്ങനെ വരും. അതെ, വേണ്ട പോവാ. ഒരു പൂച്ചക്കുട്ടി ഇരുന്ന് ഓടുന്നതൊക്കെ തോന്നുന്നില്ലേ? അത് നോക്കട്ടെ. അടിപൊളി. ഞാൻ ഹോട്ട് വീൽസിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 2-3 കടയിൽ കയറിയിട്ട് ഇവൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു വാച്ച്. അപ്പോൾ എവിടെയാണ് അടിപൊളി റേറ്റിൽ ചേഞ്ച് വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് 4-5 കടയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നേ. ഗൈസ്, ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ ഒന്നുകൂടെ പറ. ഇക്കായും പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ട. മക്ഡൊണാൾഡ്സ് മക്കഫേ, നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ വന്നതാണ്. നമുക്ക് ഐസ്ക്രീം മേടിക്കാം. ഗൈസ്, സാലിങ്ങിന് എന്തോ ഒരു വിഷമം, ഐസ്ക്രീം വേണ്ടെന്ന്, തൊണ്ട വേദനയാന്ന് കള്ളം പറയുന്നത് ഗൈസ്. അടിപൊളി. എന്നാ കഴിച്ചോക്കെ. ഓക്കെ. സൽമാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണേ. വ്ളോഗ് എടുക്കുന്നു. 40 രൂപ ഉള്ളൂ. 40 രൂപ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. അതെ, പുറത്ത് കിട്ടുന്ന ഒരു ഇതല്ല. ടൈം ടു സ്വാലിഹിന് റോസ്റ്റഡ് ടൈം. കപ്പലണ്ടി റോസ്റ്റ് ചെയ്താലും റോസ്റ്റ് ചെയ്യാം, അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്താലും നമുക്ക് റോസ്റ്റ് ആക്കാം. സ്വാലിഹിനെ ദത്തെടുത്തയാണെന്നാണ് സൽമാൻ പറയുന്നത്. എന്താണ് അഭിപ്രായം? ഇവനപ്പൊ എന്തെടുത്തു? അയ്യോ, സ്വന്തമായിട്ട് എന്താടാ പറയുന്നത്? നല്ല നനവ്. ഇതോ ഇല്ല, മെഷീനിലോട്ട് കയറ്റി വെക്കും. ഇതോണ്ട് ആ മെഷീനിലോട്ട് മുഖം ഇങ്ങനെ ഇടുക്കി കയറ്റി വെച്ചാ ചെല്ലേ.
നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഏരിയയിലോട്ട് കയറുന്നത്. എനിക്ക് കുറച്ച് പാവക്കുട്ടികളെ മേടിച്ചോ? അവനുണ്ട് പോന്നു. എന്താണ് ഇത് ടൈം മെഷീൻ. അതാണ് ടൈം മെഷീൻ. എവിടെ? ആ കുതിരപ്പുറത്തിരിക്കുന്ന PVR അല്ലേ? എന്താണ് മനസ്സിലായില്ല. ഒരു ഇതുണ്ടായിരുന്നു എന്തോ 1500 കണ്ട് ഇവിടെ ഇതാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് കിട്ടില്ലല്ലേ? സീരിയസ്ലി നമ്മൾ അതിനകത്തിരുന്ന് ഫോണാണെങ്കിൽ ഫീൽ ചെയ്യും. അടിപൊളി കറങ്ങി അടിച്ച് നടന്നു. ഇവിടെയൊക്കെ അടിപൊളി. ഇവിടെയൊക്കെ നല്ല സൗണ്ടടാ. ആൻഡ് ഗൈസ് സീരിയസ്ലി അടിപൊളി. അതാവും കളിക്കാന്ന് പറഞ്ഞത്. ഒരു അടിപൊളി സംഭവം അല്ലേ മൊത്തത്തില്. ഇതുവരെ നമ്മൾ കേറിയിട്ടില്ല ഇവിടെ ഈ ഒരു സെക്ഷനില്. കിടിലം ഗൈസ്, കിടിലം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സ്പേസിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. എന്താ വീഡിയോ എടുത്തിട്ട്
so many of things to explore here. ഇരിക്കാൻ സ്ഥലമുണ്ട് സൽമാനെ എന്തോ അതിൽ കയറിയിരുന്ന് ക്ലാസ് അറ്റൻഡ് സ്ഥലമുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ ലണ്ടൻ സംഭവങ്ങളാണ്. ഗൈസ് മോസിൻ ഒരു ഫ്ലേവേർഡ് ഹങ്കർ മേടിക്കാം. ഫ്ലേവറിങ് ദ ഹങ്കർ. അവിൽ മിൽക്ക് അല്ലേ സംഭവം? ഒരു അവിൽ മിൽക്ക് മേടിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഗൈസ് അവിൽ മിൽക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കേ. കൊള്ളാവുന്ന ഞാനിപ്പോല്ല പാളയംതോടൻ അവലിൻ്റെ പൊരി അവലിൻ്റെ നല്ല ടേസ്റ്റ് കൊള്ളാം. പണ്ട് ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, സെയിം ടേസ്റ്റ്. പിന്നെ ഒരുപാട് നട്ട്സ് ഇടും, അന്നേരം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. സൽമാൻ കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാവരുടെയും ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഡിമ്മായി. ഇന്ന് ചീറ്റയായോണ്ട് ബ്രോസ്റ്റഡ് കഴിച്ചു. ഞാൻ ഡയറ്റ് ആയിരുന്നു. ചിക്കൻ ഗൈസ് പക്ക ഡയറ്റ് ആയിരുന്നു. നോ ഡയറ്റ്. ഗൈസ് നമ്മളങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴത്തേക്കും നമ്മൾ സലങ്കാട്ടിയ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് മേടിച്ചപ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഓക്കെ, നമ്മളും പിന്നെ അവർ പറഞ്ഞത് മാനിച്ചു. അങ്ങനെ നമ്മളും വീഡിയോ എടുത്തിട്ടില്ല. ബാക്കി ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചത്. ഏതാണ് എടുത്തത്? ഇൻഡോമിയുടെ തന്നെ എന്തൊക്കെ ഇതുണ്ട്. ചിക്കന് സ്പെഷ്യൽ ചിക്കൻ ഫ്ലേവർ, വെജിറ്റബിള്, ഫ്രൈഡ് ഓണിയൻ. നല്ലതായിരിക്കും. മില്ലറ്റ് സിറപ്പ്. എനിക്കിഷ്ടമല്ല. മാഗി ഇവളുടെ കഴിച്ച് എരിഞ്ഞ് ചത്ത് പോയി കഴിഞ്ഞാൽ ആർക്ക് പോയി? എൻ്റെ അമ്മക്ക് പോയി. ഞാനത് ആ വീഡിയോ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ സ്ലോ ആക്കി ഇട്ടുതരാം ഗൈസ്. അത് കണ്ടു നോക്കാം. ഞാനൊരു സെക്ഷൻ കാണിച്ചു തരാം. അത് നമ്മൾ ലേഡീസിന് ഒരുപാട് ഇഷ്ടപ്പെട്ട സെക്ഷനാണ്.
അങ്ങനല്ല. ഗൈസ് ഇത് നമ്മളെ ഡെലുലു ആണ് നമ്മുടെ മൂവിയില്. നമ്മള് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഡെലുലു, അതായത് നമ്മുടെ റിയാഷിബുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആണെന്ന് എനിക്കൊരു കൺഫേം ഉണ്ടായിരുന്നു. ജസ്റ്റ് പാസ് ചെയ്ത് പോയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്ന് കുറേ നമ്മൾ ചുറ്റിക്കറങ്ങി പുറത്ത് വന്നപ്പോഴത്തേക്കും സെയിം ആണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് കൺഫേം ആയി. അങ്ങനെ ഞാൻ ചോദിച്ചു, റിയാഷിബു അല്ലേ, നമുക്കൊരു ഫോട്ടോ എടുത്താലോ? അങ്ങനെ പുള്ളിക്കാരി അപ്പോഴേ പറഞ്ഞു അതിനെന്താ, ഓക്കെ. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. ഒരു ഹായ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുന്നു. നമ്മുടെ ഡെലുലുവിനെയൊക്കെ കണ്ട വിശേഷങ്ങൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഒരു അടിപൊളി ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നല്ലേ? ഇപ്പോൾ ഞാൻ തട്ടി വീണേ. സ്വാലിഹ കണ്ടില്ല അവിടെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡെയിലി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്, ആരും ലൈക്ക് ചെയ്യുന്നില്ല ഗൈസ്. എല്ലാരും വാ, ബൈ ബൈ പറ. അപ്പം നമ്മുടെ ഇന്നത്തെ ഡെലുലു, ലുലു, പിന്നെ നമ്മുടെ കിംസിലെ എല്ലാ ഒരിതും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വിശേഷങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് സബീല ലീഫ്.